ഹലോ ഫ്രണ്ട്സ്, 2026 ഏപ്രിൽ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. 2026 ഏപ്രിൽ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ഫസ്റ്റ് പോയിന്റ്, അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കാൻ ആരംഭിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ചെങ്ങാതി. ഈ ചെങ്ങാതി എന്ന് പറഞ്ഞ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ്? പെരുമ്പാവൂരിലാണ് നടപ്പിലാക്കിയത്. നമുക്കറിയാം, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണല്ലോ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ കൂടുതലായിട്ടുള്ളത്. അപ്പൊ പഠിച്ചു വെക്കണം, അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ്, അവരെ മലയാളം പഠിപ്പിക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി പദ്ധതി. ഈ ചെങ്ങാതി പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ്? പെരുമ്പാവൂരിലാണ് നടപ്പിലാക്കിയത്. അടുത്ത പോയിന്റ്, 2028 ചൊവ്വയിൽ ജീവന്റെ സാന്നിധ്യം തിരയാൻ ലക്ഷ്യമിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി അയക്കുന്ന റോസ്ലിൻഡ് വിക്ഷേപിക്കുന്ന ആദ്യ ബഹിരാകാശ കമ്പനി ഏതാണ്? സ്പേസ് എക്സ് ആണ് കേട്ടോ. പഠിച്ചു വെച്ചോണേ. അപ്പൊ എന്താണ്? 2028 ചൊവ്വയിൽ ജീവന്റെ സാന്നിധ്യം തിരയാൻ ലക്ഷ്യമിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി അയക്കുന്ന റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ റോവർ വിക്ഷേപിക്കുന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനി ഏതാണ്? സ്പേസ് എക്സ് ആണ്. ചൊവ്വയിൽ എപ്പോഴെങ്കിലും ജീവൻ നിലനിന്നിരുന്നോ എന്ന് കണ്ടെത്തുകയാണ് എന്നതാണ് ഈ ഒരു ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത്. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ദേശീയ സ്കൂൾ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത് നമ്മുടെ കേരളമാണ്. ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്ന വേദി ഡൽഹിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. അപ്പൊ എന്താണ്? ദേശീയ സ്കൂൾ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. അടുത്തത്, തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പുതിയ ഡയറക്ടറായി നിയമിതയായത് ആരാണ്? ഡോക്ടർ ബീന പിള്ളയാണ് കേട്ടോ. അപ്പൊ അപ്പോയിന്റ്മെന്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പൊ എന്താണ്? തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പുതിയ ഡയറക്ടറായി നിയമിതയായത് ആരാണ്? ഡോക്ടർ ബീന പിള്ളയാണ്. 2026 IMF റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളുടെ റാങ്കിങ്ങിൽ നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 6ാം സ്ഥാനമാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 2026 IMF റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളുടെ റാങ്കിങ്ങിൽ നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം 6ാം സ്ഥാനമാണ്. അടുത്ത പോയിന്റ്, ഇൻഫോസിസ് ആഗോള ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. ആരാണ് കാർലോസ് അൽക്കാരസ്? നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. എന്താണ്? സ്പെയിന്റെ ടെന്നീസ് താരമാണ് കാർലോസ് അൽക്കാരസ്. സ്ഥിരമായിട്ട് നമ്മുടെ ഗ്രാൻഡ് സ്ലാം കിരീടം ഒക്കെ ലഭിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കാർലോസ് അൽക്കാരസ്. അപ്പൊ പഠിച്ചു വെക്കണം, 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ചാമ്പ്യൻസ് കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. മറന്നു പോരുതേ. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇൻഫോസിസ്, നമുക്കറിയാം ഇൻഫോസിസ് ഒരു IT കമ്പനിയാണ്. ഇൻഫോസിസിന്റെ ആഗോള ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. അടുത്ത പോയിന്റ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനായി CBI പുറത്തിറക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായിട്ടുള്ള ചാറ്റ് ബോട്ടാണ് അഫൈ കേട്ടോ. അഫൈ. അപ്പൊ പഠിച്ചു വെക്കണേ, എന്താണ്? ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനായി CBI പുറത്തിറക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായിട്ടുള്ള ചാറ്റ് ബോട്ടാണ് അഫൈ കേട്ടോ. അഫൈ. അപ്പൊ നിലവിലെ CBIയുടെ ഡയറക്ടർ ആരാണെന്ന് നിങ്ങൾ പറയണം. അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിലവിലെ CBIയുടെ ഡയറക്ടർ ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. അടുത്ത പോയിന്റ്, സിംഗപ്പൂർ ദുബായ് തുറമുഖങ്ങൾക്ക് ബദലായി ഒരു ആഗോള മാരിടൈം ഹബ്ബാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. എന്താണ്? സിംഗപ്പൂർ ദുബായ് തുറമുഖങ്ങൾക്ക് ബദലായി ഒരു ആഗോള മാരിടൈം ഹബ്ബാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ടുള്ള രാജ്യം ചൈനയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ടുള്ള രാജ്യം ഏതാണ്? അടുത്തിടെ ചൈനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. വിവിധ ഏജൻസികളെ സംയോജിപ്പിച്ച് ഗുവാഹത്തിയിൽ ഇന്ത്യൻ ആർമിയുടെ കീഴിൽ നടന്ന വെള്ളപ്പൊക്ക ദുരിതാശ്വാസ അഭ്യാസം ഏതാണ്?
ജൽ റാഹത്ത് ആണ് കേട്ടോ. ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു മാർക്ക് പ്രതീക്ഷിക്കാം, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ. എന്താണ്? വിവിധ ഏജൻസികളെ സംയോജിപ്പിച്ച് ഗുവാഹത്തി എവിടെയാണ്? ആസാമിലല്ലേ? അപ്പൊ ആസാമിലെ ഗുവാഹത്തിയിൽ ഇന്ത്യൻ ആർമിയുടെ കീഴിൽ നടന്ന വെള്ളപ്പൊക്ക ദുരിതാശ്വാസ അഭ്യാസം ഏതാണ്? ജൽ റാഹത്ത് ആണ് കേട്ടോ, ജൽ റാഹത്ത്. അടുത്ത പോയിന്റ്, 2026 ഏപ്രിലിലെ റിപ്പോർട്ട് പ്രകാരം 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്ര ശതമാനമായിരിക്കുമെന്നാണ് IMF പ്രവചിച്ചിട്ടുള്ളത്? 6.5% ആയിരിക്കുമെന്നാണ് എന്താണ് IMF പ്രവചിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ പുതിയ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറായി നിയമിതനാകാൻ പോകുന്ന മുൻ കേന്ദ്രമന്ത്രി ആരാണ്? ദിനേശ് ത്രിവേദിയാണ് കേട്ടോ, പഠിച്ചു വെക്കണേ. എന്താണ്? ഇന്ത്യയുടെ പുതിയ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറായി നിയമിതനാകാൻ പോകുന്ന മുൻ കേന്ദ്രമന്ത്രി ആരാണ്? ദിനേശ് ത്രിവേദിയാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമായിട്ട് മാറിയത് സ്മൃതി മന്ദാനയാണ് കേട്ടോ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ കൂടുതൽ റൺ നേടുന്ന ഇന്ത്യൻ താരമായിട്ട് ആരാണ് മാറിയത്? സ്മൃതി മന്ദാനയാണ്. കേരളത്തിലെ അനധികൃത മണ്ണെടുപ്പും ഖനനവും തടയുന്നതിനായി കേരള വിജിലൻസ് ആരംഭിച്ച സംസ്ഥാനതല മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ എർത്ത് ഗാർഡ് കേട്ടോ, എർത്ത് ഗാർഡ്. അപ്പൊ എന്തിനു വേണ്ടിയുള്ളതാണ്? അനധികൃത മണ്ണെടുപ്പും ഖനനവും തടയാൻ വേണ്ടിയാണ്. അപ്പം എന്താണ്? ഭൂമിയുടെ ഒരു സംരക്ഷകൻ എർത്ത് ഗാർഡ് എന്ന് കണക്ട് ചെയ്തോണം, ഓപ്പറേഷൻ എർത്ത് ഗാർഡ്. അടുത്ത പോയിന്റ്, അടുത്തിടെ ആഫ്രിക്കൻ ചീറ്റ, കടുവ, പുള്ളിപ്പുലി എന്നിവയെ ഒരേ സമയം കണ്ടെത്തിയ രാജസ്ഥാനിലെ ടൈഗർ റിസർവ് ഏതാണ്? രന്തംബോർ ടൈഗർ റിസർവ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണേ. അടുത്തിടെ ആഫ്രിക്കൻ ചീറ്റ, കടുവ, പുള്ളിപ്പുലി എന്നിവയെ ഒരേ സമയം കണ്ടെത്തിയ രാജസ്ഥാനിലെ ടൈഗർ റിസർവ് രന്തംബോർ ടൈഗർ റിസർവ് ആണ്. ആപ്പിളിന്റെ പുതിയ CEO ആയി ചുമതലയേൽക്കുന്ന വ്യക്തി ജോൺ ടെർണസ് ആണ് കേട്ടോ, ജോൺ ടെർണസ്. ഇനി അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങളിലേക്ക് അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പം എല്ലാ ദിവസവും വൈകുന്നേരം 1 hour ലൈവ് സെക്ഷൻ ആണ്, ലൈവ് പ്ലസ് റെക്കോർഡർ സെക്ഷൻ ക്ലാസ്സസ് ആണ്. അത് ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ ഗ്രൂപ്പിൽ നമ്മൾ അറ്റൻഡ് ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ PDF നോട്ട്സ്, നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിന്റെ PDF നോട്ട്സ് നമ്മൾ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു ബാച്ചിൽ ഈ ഒരു ക്ലാസ് കാണുന്ന കൂട്ടുകാർ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനി വരുന്ന എല്ലാ പരീക്ഷകളും, ഇനി 6 മാസത്തിനുള്ളിൽ നിരവധി പരീക്ഷകളാണ് വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണിത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ നമ്മുടെ റെക്കോർഡർ സെക്ഷനായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്, പിന്നെ PDF നോട്ട്സും കിടപ്പുണ്ട്. ഇതെന്തായാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന ഒരു ബാച്ചാണ്. വെറും 200 രൂപ മാത്രമേ ഉള്ളൂ, ഒരു ബിരിയാണി മേടിച്ച് കളയുന്ന പൈസ മാത്രമേ ഉള്ളൂ. ആ പൈസയ്ക്ക് എന്താണ് കറണ്ട് അഫയേഴ്സ് പക്കയാക്കി വെക്കുക. 10ഉം 20ഉം മാർക്കുകളൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മാർക്കെല്ലാം ഞാൻ സെറ്റാക്കി തരുന്നതാണ്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പം താല്പര്യമുള്ള കൂട്ടുകാർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോകാം. അടുത്ത പോയിന്റ്, പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികളെ തുടർന്ന് ഇന്ത്യൻ കയറ്റുമതിക്കാരെ സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന റിലീഫ് പദ്ധതിയുടെ ഭാഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്തും ജോർദാനുമാണ് കേട്ടോ. എന്താണ്? പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികളെ തുടർന്ന് ഇന്ത്യൻ കയറ്റുമതിക്കാരെ സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന റിലീഫ് പദ്ധതിയുടെ ഭാഗമായ രാജ്യങ്ങൾ ഈജിപ്തും ജോർദാനുമാണ്. ഇന്ത്യയിൽ ആദ്യമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികൾക്കുമായുള്ള സമഗ്ര സർജിക്കൽ സേഫ്റ്റി പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, സമഗ്രമായ സർജിക്കൽ സേഫ്റ്റി പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2024-25 9ാമത് MS സ്വാമിനാഥൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ CH ശ്രീനിവാസ റാവുവിനാണ് കേട്ടോ. ഡോക്ടർ CH ശ്രീനിവാസ റാവുവിനാണ്. ഇദ്ദേഹം ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറും വൈസ് ചാൻസലറുമാണ്. പഠിച്ചു വെക്കണം, 2024-25 9ാമത് MS സ്വാമിനാഥൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ CH ശ്രീനിവാസ റാവുവിനാണ്. അടുത്തത്,
ഇന്ത്യൻ കൈത്തറി ഉൽപ്പന്നങ്ങളെയും നെയ്ത്തുവിദ്യകളെയും ആഗോളതലത്തിൽ അവതരിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് വിശ്വസൂത്ര. ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ കൈത്തറി ഉൽപ്പന്നങ്ങളെയും നെയ്ത്തുവിദ്യകളെയും ആഗോളതലത്തിൽ അവതരിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് വിശ്വസൂത്ര പദ്ധതി. ഇന്ത്യയുടെ 99ാമത് റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ച പക്ഷി സങ്കേതം ഏതാണ്? ഷേഗാഗിൽ പക്ഷി സങ്കേതം, ഉത്തർപ്രദേശ്. 2009 ജനുവരി 1 ശേഷം ജനിച്ചവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ് കേട്ടോ, UK ആണ്. 2026 ഫിഫ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കുന്ന ടീമുകൾ ഏതൊക്കെയാണ്? ഉസ്ബെക്കിസ്ഥാൻ, ജോർദാൻ, കുറാസാവോ, കേപ്പ് വെർദെയാണ്. നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു നോക്കണം. നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ്. അശോക് കുമാർ ലാഹിരിയാണ്. അതുപോലെ തന്നെ നീതി ആയോഗിന്റെ നിലവിലെ CEO അഥവാ ഇടക്കാല CEO, അധിക ചുമതലയായിട്ട് വന്നതാരാണ്? CEO ആരാണ്? നീതി ചിബ്ബർ ആണ് കേട്ടോ, നീതി ചിബ്ബർ. അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ CEO നീതി ചിബ്ബറും നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരിയുമാണ്. അടുത്ത പോയിന്റ്, 2025 കാൻ ചലച്ചിത്രമേളയിലെ സമാന്തര വിഭാഗമായ ക്രിട്ടിക്സ് വീക്ക് ജൂറി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായിക ആരാണ്? പായൽ കപാഡിയാണ്. മുൻ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ രചിച്ച ഏറ്റവും പുതിയ പുസ്തകമാണ് ദ ക്യൂരിയസ് ആൻഡ് ദ ക്ലാസിഫൈഡ് അൺഎർത്തിങ് മിലിറ്ററി മിത്സ് ആൻഡ് മിസ്റ്ററീസ് എന്ന പുസ്തകം. 2026 സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പിൽ ഔദ്യോഗികമായ ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയ രാജ്യം പാകിസ്ഥാനാണ്. കാര്യം എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ ഗോവയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കേട്ടോ. അപ്പൊ 2026 സാഫ് എന്ന് പറഞ്ഞ സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് കേട്ടോ. സാഫിന്റെ വനിതാ ചാമ്പ്യൻഷിപ്പിൽ ഔദ്യോഗികമായി ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയ രാജ്യം പാകിസ്ഥാൻ. US ആർമി വാൾ ഓഫ് കോളേജിന്റെ ഇന്റർനാഷണൽ ഹാഫ് ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട മൂന്നാമത്തെ കരസേനാ മേധാവിയാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കേട്ടോ, ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെയും സാംസ്കാരിക വൈവിധ്യങ്ങളെയും ചേർത്തിണക്കിക്കൊണ്ട് നീതി ആയോഗ് പുറത്തിറക്കിയ പുസ്തകമാണ് ദിവ്യ ഭാരത് എ വിൻഡോ ടു ദ സോൾ ഓഫ് ഇന്ത്യ കേട്ടോ, ദിവ്യ ഭാരത് എ വിൻഡോ ടു ദ സോൾ ഓഫ് ഇന്ത്യ. അടുത്തത്, നവജാത ശിശുക്കൾക്കും ചെറിയ കുട്ടികൾക്കുമായി ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയ ആദ്യത്തെ മലേറിയ മരുന്നാണ് എന്താണ്? ആർട്ടമെത്തർ ലൂമെഫാൻട്രിയാണ് കേട്ടോ. അപ്പൊ നവജാത ശിശുക്കൾക്കും ചെറിയ കുട്ടികൾക്കുമായി ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയ ആദ്യത്തെ മലേറിയ മരുന്നാണ് ആർട്ടമെത്തർ ലൂമെഫാൻട്രിയാണ്. 2026 മേഘാലയ ഔദ്യോഗിക ഭാഷാ ഓർഡിനൻസിലൂടെ മേഘാലയ സർക്കാർ ഇംഗ്ലീഷിനൊപ്പം ഔദ്യോഗിക ഭാഷ നൽകിയ ഭാഷകളാണ് ഗാസി ഗാരോ. നമ്മൾ പഠിച്ചാണ്, ജോഗ്രഫി പഠിക്കുന്നതാണ്. ഗാസി ഗാരോ കുന്നുകളൊക്കെ പഠിക്കുന്നതാണ്. അതൊക്കെ എവിടെയാണ്? മേഘാലയയിലാണ് ഗാസി ഗാരോ കുന്നുകൾ വരുന്നത്. അപ്പൊ ആ കുന്നുകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഭാഷകളാണ് ഗാസിയും ഗാരോയും. ഇപ്പൊ പഠിച്ചു നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ എന്താണ്? 2026 മേഘാലയ ഔദ്യോഗിക ഭാഷാ ഓർഡിനൻസിലൂടെ മേഘാലയ സർക്കാർ ഇംഗ്ലീഷിനൊപ്പം ഔദ്യോഗിക ഭാഷാ പദവി നൽകിയ ഭാഷകളാണ് ഗാസി ഗാരോ. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത സ്ഥലം റബാത്ത്, മൊറോക്കയാണ് കേട്ടോ. അപ്പൊ 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത സ്ഥലം റബാത്ത്, മൊറോക്കോയാണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശുപത്രിവാസം കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. ന്യൂ ഹൊറൈസൺസ് ഇൻ ഫിസിക്സ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ഡോക്ടർ മാത്യു സിറിയക്കാണ് കേട്ടോ. ന്യൂ ഹൊറൈസൺസ് ഇൻ ഫിസിക്സ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? ഡോക്ടർ മാത്യു സിറിയക്കാണ്. തപസ്യ കലാസാഹിത്യവേദി ഏർപ്പെടുത്തിയ അക്കിത്തം പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? വി മധുസൂദനൻ നായരാണ്. അപ്പൊ 2025 അക്കിത്തം പുരസ്കാരത്തിന് അർഹനായ വ്യക്തി വി മധുസൂദനൻ നായരാണ്. IPL ചരിത്രത്തിൽ ഒരു ടീമിന് വേണ്ടി മാത്രം കളിച്ച് 300 സിക്സറുകൾ തികയ്ക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലിയാണ്. ടീം ഏതാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. സൈബർ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട ക്ലോഡ് മിത്തോസ് ഏത് കമ്പനിയുടെ നിർമ്മിത ബുദ്ധി മോഡലാണ്? ആന്ത്രാപിക്കിന്റെ മോഡലാണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം, സൈബർ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട ക്ലോഡ് മിത്തോസ് ഏത് കമ്പനിയുടെ നിർമ്മിത ബുദ്ധി മോഡലാണ്? ആന്ത്രോപിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ നിർമ്മിത ബുദ്ധി മോഡലാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്നത് ആരുടെ പുസ്തകമാണ്? കെ സച്ചിദാനന്ദന്റെ പുസ്തകമാണ്.
കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തുവിട്ട 2023-24 വർഷത്തെ പഞ്ചായത്ത് മുന്നേറ്റ സൂചിക പ്രകാരം കേരളത്തിലെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഏതാണ്? ചെറുതന പഞ്ചായത്ത്, ആലപ്പുഴ. ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ കൗൺസിൽ അംഗമായി ചുമതലയേറ്റ ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരമാണ് PV സിന്ധു കേട്ടോ. അപ്പൊ ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ കൗൺസിൽ അംഗമായി ചുമതലയേറ്റ ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരമാണ് PV സിന്ധു. മെറ്റ, ഗൂഗിൾ, ടിക്ടോക്ക് തുടങ്ങിയ ഡിജിറ്റൽ കമ്പനികൾക്ക് മേൽ ടാക്സ് ചുമത്താൻ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയയാണ് കേട്ടോ. ഒന്ന് അറിഞ്ഞു നോക്കണേ. അടുത്തത്, കുടുംബശ്രീ മിഷൻ പുറത്തിറക്കുന്ന കുട്ടനാടൻ താറാവ് ഇറച്ചിയുടെ പുതിയ ബ്രാൻഡ് നെയിമാണ് ചിരു കേട്ടോ, ചിരു. അടുത്ത് നോക്കാം. ഇന്ത്യ ഏത് രാജ്യവുമായി ചേർന്നുള്ള സംയുക്ത ദൗത്യമാണ് ചന്ദ്രയാൻ 5? ജപ്പാനുമായിട്ട് ചേർന്നുള്ള ഇന്ത്യയുടെ സംയുക്ത ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 5 എന്ന് പറയുന്നത്. ജപ്പാന്റെ ദേശീയ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് JAXA കേട്ടോ, JAXA. 2025 യുണൈറ്റഡ് നേഷൻസ് UNEP-യുടെ യങ് ചാമ്പ്യൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം ഓഫ് ദ എർത്ത് പുരസ്കാരം നേടിയത് ഇന്ത്യക്കാരിയായിട്ടുള്ള ജിനാലി മോദിക്കാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, 2025 UNEP-യുടെ യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ജിനാലി മോദിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒന്ന് ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പം ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.